പാലക്കാട് കൽപ്പാത്തി രഥോത്സവത്തിന്റെ പ്രധാന ചടങ്ങായ ദേവരഥ സംഗമം ഇന്ന്. ഭക്തിസാന്ദ്രമായ ഈ ചടങ്ങിന് സാക്ഷിയാകാൻ ആയിരങ്ങൾ ഇന്ന് കൽപ്പാത്തിയിലേക്കെത്തും. കൽപ്പാത്തി വിശാലാക്ഷി സമേത വിശ്വനാഥസ്വാമി ക്ഷേത്രത്തിനു മുന്നിലെ തേരുമുട്ടിയിൽ ത്രിസന്ധിക്കാണ് ദേവരഥങ്ങൾ മുഖാമുഖമെത്തുന്നത്. ദേവരഥ സംഗമം കൺനിറയെ കാണാൻ പതിനായിരങ്ങൾ കൽപ്പാത്തിയിലേക്ക് ഒഴുകിയെത്തും. നിറച്ചാർത്തണിഞ്ഞ സായം സന്ധ്യയിൽ ഭക്തമാനസങ്ങളിൽ മന്ത്രോച്ചാരണങ്ങൾ നിറയും. വർണ്ണവിസ്മയത്തിൽ താളമേളങ്ങളിൽ ജനം അലിഞ്ഞു നിൽക്കെ 4 ക്ഷേത്രങ്ങളിലെ 6 രഥങ്ങൾ സംഗമിക്കും. 3ാം തേരുത്സവ ദിനമായ ഇന്ന് പഴയ കൽപ്പാത്തി ലക്ഷ്മി നാരായണ പെരുമാളിന്റെയും ചാത്തപുരം പ്രസന്ന മഹാഗണപതിയുടെയും തേര് അഗ്രഹാര വീഥിയിൽ പ്രയാണം നടത്തും. വിശാലാക്ഷി സമേതനായ വിശ്വനാഥസ്വാമി, ഗണപതി, സുബ്രഹ്മണ്യസ്വാമി, മന്ദക്കര മഹാഗണപതി തേരുകൾ പ്രദക്ഷിണ വഴികളിലുണ്ട്. ബുധനാഴ്ചയാണ് ദേവരഥങ്ങൾ കൽപ്പാത്തി തെരുവ് വീഥികളിലൂടെ പ്രദക്ഷിണം ആരംഭിച്ചത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ തിരക്കുകൾക്കിടയിലാണ് കൽപ്പാത്തി രഥോത്സവം നടക്കുന്നത്. തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളും നേതാക്കളും വോട്ട് അഭ്യർത്ഥിക്കുവാനായി ഇന്ന് കൽപ്പാത്തിയിലെത്തും. രഥോത്സവത്തോടനുബന്ധിച്ച് പാലക്കാട് താലൂക്കിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ ഇന്ന് അവധി പ്രഖ്യാപിച്ചു. M5 ന്യൂസ്, പാലക്കാട്.